ഹായ്, ഞാൻ നിൽക്കുന്നത് നമ്മുടെ മാഞ്ഞാലിയാണ്. മാഞ്ഞാലി എന്ന് പറയുമ്പോൾ പറവൂർ നെടുമ്പാശ്ശേരി റൂട്ട്, പറവൂരിൽ നിന്ന് നെടുമ്പാശ്ശേരിക്ക് പോകുന്ന അത്താണിയിലോട്ട് ചെന്ന് കയറുന്ന റോഡാണിത്. ഈ സ്ഥലം കറക്റ്റ് മാഞ്ഞാലിയാണ്. കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഡയമണ്ട് ജംഗ്ഷൻ. ഇവിടെ ഈ മാഞ്ഞാലി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട്, നിറച്ച് ബിരിയാണി സെൻറ്റേഴ്സാണ്. ഇവിടെ കുടിൽ വ്യവസായം പോലെ തന്നെ തുടങ്ങിയിട്ട് മാഞ്ഞാലി ബിരിയാണി എന്ന് തന്നെ ഒരു ബ്രാൻഡുണ്ട് ഇവിടെ. എല്ലാ മുക്കിലും ഈ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കി ബിരിയാണികൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. പാഴ്സലായാലും ഇരുന്ന് കഴിക്കുന്നതായാലും ഇവിടെ നല്ല ക്രൗഡാണ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം നേരത്തെ പറഞ്ഞല്ലോ ഡയമണ്ട് ജംഗ്ഷനാണ്. ഒരു ലാൻഡ് മാർക്കായിട്ട് എൻ്റെ പുറകിൽ നമ്മുടെ എസ്എൻജിസ്റ്റ്, അതായത് ശ്രീനാരായണ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളിന്ന് കയറാൻ പോണ കടാതെ ഇത് കണ്ടോ, ഇവിടെ തന്നെ നമ്മുടെ ഇത് എല്ലായിടത്തും ബിരിയാണി സെൻറ്ററാണ്. ഇത് ബിരിയാണി പാഴ്സൽ കൗണ്ടർ എല്ലാം കൊടുത്തിട്ടുണ്ട്. സി എച്ച് ബിരിയാണി സെൻറ്റർ അല്ലെങ്കിൽ ഹൽവ സ്റ്റാൾ. ഇവിടെ ബിരിയാണി മാത്രമല്ല, ബേക്കറി ഐറ്റംസ് ബാക്കി എല്ലാം ഉണ്ട്. നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബിരിയാണിയാണ്, നല്ല നാടൻ മാഞ്ഞാലി ബിരിയാണി. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വിശേഷങ്ങളും ഉള്ളിൽ പോയി നമ്മുടെ ഇതിൻ്റെ ഓണറായ അമീറൊക്കെ ഉണ്ട്, അമീറക്കനെ പോയി നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം അമീർക്ക. ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇതാണ് നമ്മുടെ അമീർക്ക. എന്താണ് ഇവിടെ മാഞ്ഞാലി സ്പെഷ്യൽ ബിരിയാണി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് തന്നെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു, എന്താ കറക്റ്റ്? അതിൻ്റെ ഇതെന്ന് വെച്ചാൽ മാഞ്ഞാലി പണ്ട് മുതലേ സ്വീറ്റ്സിൻ്റെയും ബിരിയാണി ഇതുപോലുള്ള പലഹാരങ്ങളുടെയും നാടെന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മാഞ്ഞാലിയിലെ ബിരിയാണിയുടെ കൂട്ടുകൾ വളരെ രുചിപ്രദം ഇതുമായതുകൊണ്ട് പൊതുവേ മാഞ്ഞാലി ബിരിയാണി വളരെ ഫേമസ് ആണ്. മാഞ്ഞാലി ബിരിയാണി ഇതുണ്ട് ഇവിടെ വരുമ്പോൾ തന്നെ. ഏകദേശം ഈ ഒരു അങ്കമാലി അത്താണി ഭാഗത്തോട്ടൊക്കെ വരുമ്പോൾ മാഞ്ഞാലി ബിരിയാണിയൊക്കെ പലയിടത്തും എഴുതി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഇങ്ങോട്ട് കറക്റ്റായിട്ട് വന്നത്. നമ്മൾ എത്ര നാളെ നമ്മൾ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്? CH കഴിഞ്ഞ 15 വർഷമായിട്ട് ഞങ്ങൾ ബിരിയാണി പാചകവും മറ്റു സ്വീറ്റ്സിൻ്റെ പാചകവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ കാറ്ററിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാർ കൂടിയത് അനുസരിച്ചായിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഔട്ട്ലെറ്റ് CHൻ്റെ ബിരിയാണി സെൻ്റർ കൂടി മാറ്റിയത്. ഓക്കെ, ഇത് ഞാനിവിടെ വരുന്നതൊക്കെ ശ്രദ്ധിച്ച എല്ലാ സ്ഥലത്തും നമ്മൾ ബിരിയാണി സെൻറ്റേഴ്സ് ഉണ്ട്. അത് ഈ ഒരു നാടിൻ്റെ പ്രത്യേകത ആയിരിക്കും. പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ ഓരോ സ്പെഷ്യാലിറ്റിയുള്ള ഫുഡിൻ്റെ ഒരു പ്രത്യേക സെൻറ്റേഴ്സ് ഉണ്ടാവില്ല അല്ലേ? പക്ഷേ ഇവിടെ ഞാൻ കണ്ട് നിറച്ച് ബിരിയാണിയുടെ ഒരു കേന്ദ്രം തന്നെ പറയാം മാഞ്ഞാലി അല്ലേ? അതെ, അതിൻ്റെ പ്രത്യേക കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ബിരിയാണി വളരെ രുചികരമായിട്ടുള്ളതാണ്. അത് ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കല്യാണം മറ്റുള്ള ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ അത് നമുക്ക് എല്ലാ ദിവസവും വാങ്ങാനുള്ള ഒരു ഔട്ട്ലെറ്റുകളായിട്ട് ഇപ്പോഴാണത് സ്റ്റാർട്ട് ചെയ്തതല്ലേ? അപ്പോൾ എന്തായാലും അധികം നേരം ഇങ്ങനെ ഒന്ന് കത്തി വയ്ക്കാണ്ട്. അമീർക്കയുടെ തന്നെയല്ലേ ഷോപ്പ്? ഞാനും എൻ്റെ ഒരു ബ്രദറും കൂടിയാണ്. ഇദ്ദേഹം അപ്പോൾ ഇദ്ദേഹമാണ് ബ്രദർ, പേര് അനസ്. അപ്പോൾ അനസിക്കും അമീർക്കയും കൂടെയാണ് ഇത് നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഇനി അധികം കത്തി വയ്ക്കേണ്ട. അപ്പോൾ അനസിക്കാണോ നമുക്ക് ബിരിയാണി? അപ്പോൾ അത് കലക്കി. അപ്പോൾ രണ്ടുപേരും പരിചയപ്പെടാമല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഇനി കൂടുതലായി അനസിക്കാനെ അറിയാം. അപ്പോൾ നമുക്ക് എന്തായാലും ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ പോയി ബിരിയാണി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിക്കാനും പാഴ്സൽ ചെയ്യാനുള്ളതൊക്കെ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഓപ്പൺ കിച്ചണാണ് മെയിനായിട്ട് സംഭവം. കണ്ടാ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. അങ്ങനെ ചിക്കൻ ബോയിൽ ചെയ്തിട്ട് അതിന് ശേഷം ഫ്രൈ ചെയ്യണം. അപ്പൊ ആദ്യം ബോയിൽ ചെയ്തിട്ട് പിന്നെ ഫ്രൈ ആണ് ചെയ്യണം. രണ്ട് സംഭവങ്ങളാണ് ഒരുമിച്ച് ചെയ്യാൻ പോണത്. നമ്മൾ ഒന്നിലെ ബിരിയാണിയിൽ ചിലവര് ഫ്രൈ ചെയ്തിട്ട് ഇടും, ചിലവര് ബോയിൽ ചെയ്തിട്ട് ഇടും. ഇവിടെ നമ്മള് ബോയിൽ ചെയ്തിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ചിക്കൻ നല്ല പീസ്. ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ മാഞ്ഞാലി ബിരിയാണിയുടെ പ്രത്യേകത. ടേസ്റ്റിന് ഇതിന് ഉപ്പ്, ഇത്തിരി മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് ഉപ്പ്, കുറച്ചല്ല ഇതിന് വേണ്ട ഉപ്പ്, അല്പം മുളക്. ഇത് രണ്ടും കൂടി മിക്സ്ഡാണ്. ഇത് നമ്മുടെ സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടി മിക്സ്ഡാണ്. ഇപ്പം കളറുണ്ടാവും, ഇരുവുണ്ടാവും. ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാണ്. എന്നിട്ട് അതിന് തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇനി ഇത് ബോയിൽ ചെയ്യാം നമ്മൾ. ഇതിന് ബോയിൽ ഇതിന് വെള്ളം ഒഴിച്ചാണോ? വെള്ളം ഒഴിച്ചിട്ട് അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണം. ഇനി വേണം ഒരു പാത്രം വെള്ളം ഒഴിച്ചു. ഇതൊന്ന് ചൂടാക്കാൻ വയ്ക്കും. ശരിക്കും ഒന്ന് ബോയിൽ ചെയ്തെടുക്കും. മൂടി വയ്ക്കണം. അപ്പോൾ ഇത് ബർണറിൽ നമ്മൾ തീ കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം മൂടി വെക്കുക. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഒന്ന് ബോയിലാണോ, ഒന്ന് വെന്ത് കിട്ടും അല്ലേക്കാ? ഒന്ന് വെന്ത് കിട്ടും. ഇനിയിപ്പോൾ നമ്മളെടുത്തിട്ട് ഇപ്പോൾ ഇനി ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
ഫ്രൈ ചെയ്യാം. ഇത് ആദ്യം ബോയിൽ ആവും. അപ്പോൾ എന്തായാലും ബോയിൽ ആവാൻ കുറച്ച് സമയം എടുക്കും. ഏകദേശം ഒരു 10-15 മിനിറ്റ്. 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ സമയം കൊണ്ട് അപ്പുറത്ത് ഉരുളിയിൽ എണ്ണ ചൂടാക്കാൻ വെക്കാം, അല്ലെങ്കിൽ വെറുതെ ടെങ്കലുണ്ടല്ലോ. അപ്പം എണ്ണ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ചിക്കൻ ഒന്ന് ബോയിലായിട്ടുണ്ട്. അങ്ങ് തിളച്ച് മറിയാണ്. കാല് മാറ്റിയൊക്കെ എല്ലാ ചൂടുള്ളതിന് മേത്ത് വീഴും. അപ്പോൾ നമ്മൾ ചിക്കൻ അങ്ങ് കോരി പാത്രത്തിലൂടെ വെള്ളം ഊറാൻ വേണ്ടിയിട്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മസാല നമ്മുടെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ കയറി പിടിച്ചതുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം ചവാന്നിരിക്കും ചിക്കൻ. അപ്പോൾ അത് നമ്മുടെ കോഴി അങ്ങ് വാങ്ങി വെച്ചു. ഇനി അടുത്ത് ഫ്രൈ ചെയ്യാൻ പോകും. അപ്പോൾ ഞങ്ങൾ പതുക്കെ അപ്പുറത്ത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നമ്മളെ എല്ലാത്തിനും സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി അത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവാം. ശരി. നന്നായിട്ട് മസാല പിടിച്ച ചിക്കൻ്റെ കാലും ലെഗ് പീസും, അതിനുള്ള ലെഗ് പീസും സൈസും എല്ലാ പീസും കൂടി അങ്ങനെ എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്യാണ്. അപ്പോൾ അല്പം കൂട്ടിയിട്ട് നല്ല പെട്ടെന്ന് നല്ല രീതിയിൽ അങ്ങ് പുറം മുരിഞ്ഞ് കിട്ടും. കാരണം ഉള്ളു ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് തന്നെ പുറം മുരിഞ്ഞ് കിട്ടും. നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ കൂട്ടിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കൂട്ടെന്ന് വെച്ചാൽ സ്പൈസസ് കറക്റ്റ് ആയിരിക്കും. സ്പൈസസിലാണ് അതിൻ്റെ ടേസ്റ്റ്. മാഞ്ഞാലി ബിരിയാണി സ്പൈസസിലാണ് എല്ലാ കാര്യവും. എന്താ സംഭവം പ്രത്യേകത? എരിവ് കൂടുതൽ അങ്ങനെ എന്തെങ്കിലും? ഞങ്ങൾ മസാല അതിൻ്റെ കറക്റ്റ് മറ്റേ ജാതിപത്രി മറ്റേ തക്കോലം ഒക്കെ കറക്റ്റ് ചേർക്കും. പിന്നെ ആർട്ടിഫിഷ്യലി ഫ്ലേവറൊന്നും ചേർക്കാറില്ല. ഏകദേശം മുരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിപ്പോൾ എടുക്കാം. നമുക്ക് കോരി നമുക്ക് വാങ്ങാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കോരുകയാണ്. അപ്പോൾ അതങ്ങ് വാങ്ങി ഇനി അടുത്ത സെക്ഷൻ ഇടാമോ? അങ്ങനെ നമ്മൾക്ക് മൊത്തമായിട്ട് അങ്ങ് വറുത്തെടുക്കാം. എന്തായാലും ഈ കിണ്ണം നിറച്ച് ചിക്കനാണ്. അത് മൊത്തം നമുക്ക് വറുത്തെടുക്കണം. നമുക്ക് വറുക്കാം അല്ലേക്കാ? എന്തായാലും ആവട്ടെ. അപ്പോൾ നമ്മളെ ചിക്കൻ വറുത്തങ്ങ് മൊത്തത്തിൽ കോരാണ്. അവിടെ തയ്യാറിനോണ്ട് ഇവിടുത്തെ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി. അപ്പോൾ ചിക്കൻ മൊത്തം വറുത്തെടുത്താണ്. ഇനി ഗ്രേവി കൂട്ടുക. ഇനി നമ്മൾ നമ്മുടെ ബിരിയാണിക്കുള്ള ഗ്രേവി കൂട്ടുകയാണ്. അവിടെയുള്ള മസാല. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എണ്ണ മാറ്റുകയാണ്. നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ആ ചിക്കൻ്റെ ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിന് കുറച്ച് എണ്ണ മാറ്റും. കാരണം ഇത്തിരി അധികമാണ്, അതുകൊണ്ട് മാറ്റും നമ്മളിപ്പോൾ.